ഹലോ ഡിയേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിഫോ ഫിഫോയുടെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് മെത്തേഡ്സുകളുണ്ട് പ്രൈസിങ് മെറ്റീരിയൽസിൽ. ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റിന് ഫസ്റ്റ് ഔട്ട്, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഫിഫോ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടി വീഡിയോയിൽ ക്വിക്കായിട്ട് നമുക്കൊന്ന് പറയാം. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഓർഡർ ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോഴ്സ്, അതായത് മെറ്റീരിയൽസ് ഇഷ്യൂ ഫസ്റ്റ് ആക്കുന്നത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യും, ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് പോകും. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ അഡ്വാൻറ്റേജൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ലിഫോയുടെ ഒരു പ്രോബ്ലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് നോക്കാം ക്വിക്കായിട്ട്. അപ്പോൾ ഫിഫോനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ലിഫോ എനിക്ക് തോന്നി. കാരണം ഒരുപാട് പേര് എപ്പോഴും പറയാറുണ്ട് ഫിഫോനേക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡാണ് ലിഫോ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ലിഫോ ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ഫിഫോയുടെ നേരെ ഓപ്പോസിറ്റ്, മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് ലാസ്റ്റ് ആണ് ഇഷ്യൂ ചെയ്യുക, ലാസ്റ്റ് ഇഷ്യൂഡ് ഫസ്റ്റ്. അപ്പോൾ അതാണ് ലിഫോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം നമുക്ക് നോക്കാം. ലിഫോ കൂടായിട്ട് നമുക്ക് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലിഫോയുടെ ഒരു മെയിനായിട്ട് വരുന്ന പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഫോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ ഒരു സിമ്പിൾ ആവറേജ് പ്രൈസിങ്ങിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യന്. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് took place in respect of a material item. കുറച്ച് മെറ്റീരിയൽ റെസിപ്റ്റ്, റേറ്റ്, ഇഷ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിഫറെൻറ്റ് റേറ്റിൽ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ഉണ്ടാക്കേണ്ടത് സിമ്പിൾ ആവറേജ് റേറ്റ് മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലം. അപ്പോൾ ഞാൻ ഓൾറെഡി മുകളിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാരണമാണ് അഗെയിൻ ഇത് വീണ്ടും പറയാതെ ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് കാണാത്തവരത് കണ്ടു നോക്കുക. കാരണം കറക്റ്റ് ഓർഡറിൽ കണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. ഈ 4 എണ്ണമാണ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റത്തേത് ഫസ്റ്റ് നമ്മൾ റിസീവ്ഡ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് സിമ്പിൾ ആവറേജിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം അത്രയും സിമ്പിളാണ്, വളരെ കുഴപ്പിക്കുന്ന മെത്തേഡൊന്നുമല്ല. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. റെസിപ്റ്റ് കൊടുക്കും, റേറ്റ്, ഇഷ്യൂക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ലെഡ്ജർ ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് സിമ്പിൾ ആവറേജ് മെത്തേഡ്. സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ ഉണ്ടാക്കേണ്ടത് സെയിം നമ്മൾ മുന്നേ ചെയ്ത സെയിം ഫോർമാറ്റ് തന്നെയാണ് വരിക. ഡേറ്റ് വരും, റെസിപ്റ്റ് വരും, ഇഷ്യൂ വരും, ബാലൻസ് വരും. ഈ 3 എണ്ണമാണ് മെയിനായിട്ട് വരുന്നുണ്ടാവുക. റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡേറ്റ് എഴുതി. 2/8/2026. നമ്മൾ റെസിപ്റ്റ് എഴുതുക. ദെൻ അതിൻ്റെ കൂടെ എമൗണ്ടിൽ എഴുതുക. എത്രയുള്ളൂ റെസിപ്റ്റിൽ നമ്മൾ 200 എഴുതി, റേറ്റ് എഴുതി, അതിൻ്റെ എമൗണ്ട് എഴുതി. നമ്മൾ ഇഷ്യൂഡിൽ നമ്മൾ ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല. സെയിം ബാലൻസ് കോളത്തിൽ ആ റെസിപ്റ്റിൻ്റെ ബാലൻസ് നമ്മൾ കാണിക്കും. റെസിപ്റ്റിൻ്റെ ബാലൻസ് നമ്മൾ റേറ്റ് കാണിക്കേണ്ട. റെസിപ്റ്റ് എത്രയാണോ 200, ക്വാണ്ടിറ്റി എമൗണ്ട് 400. അത് കാണിച്ചു. അതാണ് ഫസ്റ്റത്തെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോളം കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ശ്രദ്ധിക്കണം. രണ്ടാമത്തത് പറയുന്നതും ഈ സെയിം തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തേത് റെസിപ്റ്റ് 2.40 ഓൺ എമൗണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡേറ്റിൽ റെസിപ്റ്റ് കോളത്തിൽ എഴുതി. ഇനി ഇവിടെ നിങ്ങൾക്ക് ബാലൻസിലോട്ട് വരുമ്പോൾ ബാലൻസ് 200 ഇല്ലേ, ഈ 200 ഉള്ള എഗെയിൻ റെസിപ്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുക. 300 കൂട്ടുമ്പോൾ നമുക്ക് 500 കിട്ടും. 500 കിട്ടും. ദെൻ ഈ 400 ഇല്ലേ, ഈ 400 കൂടെ നമ്മൾ ഈ 720 കൂടി കൂട്ടുക. തൊട്ട് മുകളിലത്തെ ബാലൻസിൻ്റെ എമൗണ്ടും ഇപ്പോൾ കിട്ടിയ ബാലൻസിൻ്റെ എമൗണ്ടും 720 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
1120 കിട്ടും. ഓക്കെ, 1120 കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് 10-ാം തീയതിക്കലത്തെ. ഇനി നമുക്ക് 15-ാം തീയതി നമുക്ക് ഇഷ്യൂ ആണ് തന്നിരിക്കുന്നത്. ഇഷ്യൂ 250 ആണ്, റേറ്റ് ഇല്ല. അപ്പോൾ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഈ മെത്തേഡിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഷ്യൂഡിൽ നമ്മൾ ഇഷ്യൂ 250 എഴുതി റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിലോട്ട് കടന്നു. സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആവറേജ് പ്രകാരം നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുക. തൊട്ട് മുകളിലത്തെ 2 റേറ്റ് ഇല്ലേ, ആ 2 റേറ്റുകൾ കൂട്ടിയിട്ട് അത് പ്ലസ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അതാണല്ലോ ഏവറേജ് എന്ന് പറയുന്നത്. തൊട്ട് മുകളിലത്തെ 2 റേറ്റുകൾ തമ്മിൽ കൂട്ടിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക. അതാണ് നമ്മുടെ ഏവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തത് 2ഉം 2 + 2.40 അത് ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് 2.20 കിട്ടി. ഓക്കെ, 2.20. ഇനി ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 550 കിട്ടും. ഓക്കെ, ഇനി തൊട്ട് മുന്നത്തെ പോലെ നമ്മൾ എന്താ ചെയ്യുക, 500-ൽ നിന്ന് ഇഷ്യൂ കുറച്ചു. നമ്മൾ തൊട്ട് മുകളിൽ പർച്ചേസ് ആയ കാരണം 2ഉം കൂട്ടി എഴുതിയത്. ഇവിടെ ഇഷ്യൂ ആയ കാരണം ഈ 500-ൽ നിന്ന് 250 കുറച്ചു. അപ്പോൾ ബാക്കി ഇവിടെ 250 വന്നു. ഇനി ഈ ബാലൻസ് കോളത്തിൽ 1120-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 550 കുറച്ചു. അപ്പോൾ നമുക്ക് 570 കിട്ടി. ഓക്കെ, അതാണ് ഈ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്യൂ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് തൊട്ട് മുകളിലത്തെ റെസിപ്റ്റിൻ്റെ റേറ്റ് കൂട്ടിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബാക്കിയുള്ള കോളങ്ങളൊക്കെ അതേപോലെ എഴുതാം. പിന്നെ നമ്മൾ ബാലൻസ് കോളം എഴുതുമ്പോൾ റെസിപ്റ്റ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് എഴുതാ ചെയ്യാം. ഇഷ്യൂ ആകുമ്പോൾ തൊട്ട് മുകളിലത്തെ ബാലൻസ് റെസിപ്റ്റ് 500 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഇഷ്യൂ എമൗണ്ട് 250 കുറച്ചു. അപ്പോൾ ബാക്കി 250 എഴുതി. എമൗണ്ട് കോൾ അങ്ങനെ തന്നെ ബാലൻസിലെ എമൗണ്ടും ഇഷ്യൂവിൻ്റെ എമൗണ്ടും തമ്മിൽ നമ്മൾ കുറച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 570 കിട്ടി. അങ്ങനെ നമ്മൾ 15-ാം തീയതിക്കലത്തെ ഇത് നമ്മൾ എഴുതി. ഇനി നമുക്ക് അടുത്തത് 18-ാം തീയതിയാണ്. 18-ാം തീയതി നമുക്ക് റെസിപ്റ്റ് 250 ആണ് വരുന്നത്, 2.60 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിപ്റ്റ് കോളത്തിൽ നമ്മൾ എഗെയിൻ വീണ്ടും എഴുതുക 250. ഇവിടെ കണ്ടില്ലേ, നമ്മൾ റെസിപ്റ്റിൽ 250 എഴുതി, എമൗണ്ട് എഴുതി, അത് കൂടെ എഴുതി. ഇനി നമ്മൾ ഇവിടെ ബാലൻസ് കോളത്തിൽ തൊട്ട് മുന്നേ നമുക്ക് ഉണ്ടായിരുന്നത് 250 ആയിരുന്നു അല്ലേ. ഓക്കെ, തൊട്ട് മുന്നേ നമുക്ക് 250 ആയിരുന്നു. അപ്പോൾ ആ 250യും ഇപ്പോഴത്തെ നമ്മുടെ റെസിപ്റ്റ് 250യും കൂട്ടിയപ്പോൾ 500 കിട്ടി. ദെൻ ഈ 650യും അതേപോലെ തന്നെ തൊട്ട് മുകളിലത്തെ ബാലൻസിൻ്റെ 550യും 570 ഓക്കെ 570യും കൂട്ടിയപ്പോൾ നമുക്ക് 1220 കിട്ടി. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എഴുതി. ഇനി നമുക്ക് എഗെയിൻ നമ്മുടെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഇഷ്യൂ ആണ്. ഓക്കെ, ഇഷ്യൂ 200. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ ഇഷ്യൂ കോളത്തിൽ 200 എഴുതുക. ആ 200 റേറ്റ് കണ്ടുപിടിക്കാൻ തൊട്ട് മുകളിലത്തെ 2 റെസിപ്റ്റ് അല്ല, തൊട്ട് മുകളിലത്തെ റെസിപ്റ്റിൻ്റെ എമൗണ്ടുകൾ എത്രയായിരുന്നു, തൊട്ട് മുകളിലത്തത് 240യും ദെൻ 260യും. ഓക്കെ, 240യും ഇത് 240, അതിന് തൊട്ട് മുന്നത്തത് 240. ഓക്കെ, ഇതാണ് എടുക്കുക. ഇതല്ല എടുക്കുന്നത്, തൊട്ട് മുകളിലത്തെ പർച്ചേസിൻ്റെയാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. അവ തമ്മിൽ കൂട്ടിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2.50 കിട്ടി. സോ അവ മൾട്ടിപ്ലൈ ചെയ്തു, 500 കിട്ടി. ബാലൻസ് കോളത്തിൽ 500-ൽ നിന്ന് 200 കുറയ്ക്കും. ഇഷ്യൂ ആയ കാരണം കുറച്ചു, 300 കിട്ടി. 1200-ൽ നിന്ന് 500 കുറച്ചു, 720 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക്, ഇത് ചെയ്യേണ്ട ടെക്നിക്ക് പഠിഞ്ഞാൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ വരുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇഷ്യൂ വരുന്ന സമയത്ത് ഓക്കെ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ തൊട്ട് മുകളിലത്തെ റെസിപ്റ്റിൻ്റെ 2 റേറ്റുകൾ എടുക്കുക, അവ കൂട്ടിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്യൂവിൻ്റെ ആവറേജ് കിട്ടും. അതാണ് സിമ്പിൾ ആവറേജ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് അതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡാണ്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ
ഡിവൈഡിങ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോക്ക്. ഓക്കെ, വാല്യൂയും ക്വാണ്ടിറ്റിയും നമ്മളവിടെ ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞൊക്കെ. നമ്മൾ രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് കണക്ക് കൂട്ടുന്ന ഒന്നാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്. അപ്പോൾ നമ്മളിതിൽ ഇവിടെ കുറച്ച് തിയറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറി നിങ്ങൾക്ക് അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും മനസ്സിലാവും. ആ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ഇനി വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ്. ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സയൻറ്റിഫിക് മെത്തേഡാണ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് വെൻ പ്രൈസ് ഫ്ലക്ച്വേറ്റ് വൈഡ്ലി. പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. പിന്നെ ക്ലറിക്കൽ വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ് റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ന്യൂ ഇഷ്യൂ പ്രൈസ് ഓൺലി വെൻ ന്യൂ കൺസൈൻമെൻറ്റ് റിസീവഡ്. ഇഷ്യൂ പ്രൈസ് ജനറലി ക്ലോസ് ടു മാർക്കറ്റ്. ഒക്കെ ഇതാണ് ഇതിൻ്റെ ഒരു മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവും. ഇനി അതിൻ്റെ ഡീമെറിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഡീമെറിറ്റ്സ് മെറ്റീരിയൽ കോസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആക്ച്വൽ കോസ്റ്റിലാകണമെന്നില്ല. ഓക്കെ, അതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദർ ആർ മോർ ചാൻസസ് ഓഫ് ക്ലറിക്കൽ മിസ്റ്റേക്ക്. നമ്മൾ ഓൾറെഡി അഡ്വാൻറ്റേജിൽ പറഞ്ഞു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഇൻ എ ഫാക്ടറി ഡ്യൂറിങ് വീക്ക് ഓഫ് മാർച്ച് 2026 were as follows. മാർച്ച് 2 ഓപ്പണിംഗ് ബാലൻസ് 200 ടൺസ് അറ്റ് 50 ടൺ, ഇഷ്യൂഡ് 120 ടൺസ്, പർച്ചേസ്ഡ് 24 ടൺസ് അറ്റ് റുപ്പീസ് 50.50, ഇഷ്യൂഡ് 100 ടൺസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ റിസീവ്ഡ് ബാക്ക് ഫ്രം വർക്ക് ഓർഡർ 40 ടൺസ്, ഇഷ്യൂഡ് 160 ടൺസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും ഏത് മെത്തേഡാണെന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമ്മൾ ഇവിടെ പറഞ്ഞത് വളരെ സിമ്പിളായിരുന്നു അല്ലേ. സിമ്പിൾ ആവറേജ് മെത്തേഡ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ രണ്ടും ഞാൻ ഒപ്പം പറയുന്നത് ക്ലാരിഫിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, കേട്ടില്ലേ. അപ്പം നമുക്ക് ഈ മെത്തേഡ് പ്രകാരം സെയിം തന്നെ ഫോർമാറ്റ് തന്നെ വരുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ 200 എഴുതി, അതിൻ്റെ എമൗണ്ട് എഴുതി. ഓക്കെ, രണ്ടാമത്തേതിൽ ഇഷ്യൂ ആയിരുന്നു 120 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇഷ്യൂവിൻ്റെ യൂണിറ്റ് അറിയില്ല. അപ്പോൾ ഇവിടെയാണ് ഇനി വെയ്റ്റഡ് വരുന്നത്. ഓക്കെ, വെയ്റ്റഡ് മെത്തേഡിൽ നമ്മൾ ഇഷ്യൂഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് തൊട്ട് മുന്നത്തെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിൻ്റെ എമൗണ്ടും ക്വാണ്ടിറ്റിയും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 2,000 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും. 50 ആണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അവ തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് 6,000 എമൗണ്ട് കിട്ടും. ഇനി ബാലൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓൾറെഡി ഉള്ള ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ 120 കുറച്ചു, അപ്പോൾ 80 കിട്ടി. 10,000-ൽ നിന്ന് 6,000 കുറച്ചു, 40 കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ മാർച്ച് 3 കഴിഞ്ഞു. ഇനി മാർച്ച് 4ൽ റെസിപ്റ്റ് ആയിരുന്നു 240 ആണ് റെസിപ്റ്റ്. സോ അതിൻ്റെ എമൗണ്ട് 50.50 അത് എഴുതി. അപ്പോൾ ഇനി നമ്മൾ ബാലൻസ് എഴുതുമ്പോൾ തൊട്ട് മുകളിലുള്ളതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? 240 നമ്മൾ 240 ആഡ് ചെയ്ത് എഴുതും. ദെൻ അതേപോലെ തന്നെ 4,000-ൻ്റെ കൂടെ 12,120 നമ്മൾ 12,120 നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് 16,120 320 കിട്ടും. ഓക്കെ, അതാണ് വരുന്നത്. ഇനി അതുകൂടായിട്ട് നെക്സ്റ്റ് വരുന്നത് ലോസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോസ് എന്ന് നമ്മൾ കാണിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോസ് എന്ന് കാണിച്ചിട്ട് ഈ 320-ൽ നിന്ന് ലോസ് 2 ആണല്ലേ. സോ ആ 2 നമ്മൾ കുറച്ചു. ഓക്കെ, അപ്പോൾ കുറച്ചിട്ട് ആ ലോസ് അവിടെ കാണിക്കുക. ഓക്കെ, അത് അറിയാൻ വേണ്ടിയിട്ടാണ് ലോസ് അവിടെ കാണിക്കുന്നത്. ബാക്കി എമൗണ്ട് ഇതേപോലെ നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതുക ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ വീണ്ടും മെറ്റീരിയൽ ഇഷ്യൂ വന്നു 100 ആണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. തൊട്ട് മുകളിലത്തെ ഈ ഒരു കണക്കാണ് വെയിറ്റ് വരിക. തൊട്ട് മുകളിലത്തെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 50.69 കിട്ടും. സോ ഇതാണ് നമ്മുടെ വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വെയിറ്റ് വരിക. ബാലൻസ് 318-ൽ നിന്ന് നമ്മൾ 100 കുറയ്ക്കുമ്പോൾ 218 കിട്ടും.
16,120 നമ്മൾ 5,069 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ടും കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെയിറ്റിൽ വരുന്നത്. അവസാനം വീണ്ടും റെസിപ്റ്റ് വന്നു, നമ്മൾ അവിടെ എടുത്ത് എഴുതി. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രകാരം വരുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു മെത്തേഡ്. നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ ബാക്കിൽ വരുന്നുണ്ട് വർക്കൗട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ EOQ ഒക്കെ പഠിച്ചു. EOQയുടെ ഒരു പ്രോബ്ലം കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളിതിൽ EOQ, FIFO, LIFO ഈ മെത്തേഡുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവസാനം പറഞ്ഞ മെത്തേഡുകൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ കൂടി നിങ്ങളത് എന്ത് ചെയ്യണം, ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.